നമസ്കാരം. ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്നൊരു വീഡിയോ ഉണ്ട്. അതേതോ ഒരു മുസ്ലിം ഉസ്താദ് അയാളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നേരിട്ടെടുത്ത് കാണിക്കുമ്പോഴേലും മറ്റേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കാം. ആ ശബ്ദം നിങ്ങൾക്ക് ഭംഗിയായിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം, ഈ കേരളത്തിൽ ആ മകന്റെ പേരിൽ അല്ലെങ്കിൽ ഈ കേരളം ലോകത്തിന് രാജ്യത്തിന് സംഭാവന ചെയ്ത ബുദ്ധമത വിശ്വാസികളെ കൊന്നൊടുക്കാൻ വേണ്ടി ജന്മമെടുത്തു എന്ന് വിശ്വസിക്കുന്ന ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യർ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയുടെ അനന്തരഫലമായി കൊന്നൊടുക്കപ്പെട്ടത് ലക്ഷത്തിൽ പരം ബുദ്ധവിശ്വാസികളാണെന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ ആത്മീയത ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ, ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനായ കൊലയാളി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഈ പറയപ്പെടുന്ന ധർമ്മശാസ്ത്രത്തിന്റെ അനന്തരഫലമാണ് ബുദ്ധമത വിശ്വാസികൾ ഇങ്ങനെ വേട്ടയാടപ്പെട്ടത്. കേരളത്തിൽ ഒരു പ്രദേശമുണ്ട്, തൃശൂർ ജില്ലയിൽ. ആ പ്രദേശത്തിന്റെ പേര് മരിച്ച അല്ലെങ്കിൽ മുളകാപുരം എന്നായിരുന്നു. അവിടെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധമത പഠനശാല ഉണ്ടായിരുന്നത്, ബുദ്ധമത വിഹാരമുണ്ടായിരുന്നത്. സന്യാസിമാരും സന്യാസിനിമാരും അവിടെ ധാരാളം പാർക്കുകയും ബുദ്ധമത ശാസനങ്ങൾ പഠിക്കുകയും ചെയ്തു. അവിടേക്ക് ശങ്കരന്റെ കേരളത്തിലെ ശിഷ്യനായ കുമാരില ഭട്ടയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന ആര്യൻ സവർണ ബ്രാഹ്മണ ഫാസിസ്റ്റ് ഭീകരന്മാർ ആ ബുദ്ധമത വിഹാരത്തിലേക്ക് ഇരച്ചു കയറുകയും ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ആ മരിച്ച എന്ന് പറയുന്ന മുളകാപുരത്തിന് പിന്നീട് വിളിച്ച പേര് കൊടുങ്ങല്ലൂർ എന്നാണ്. കൊടുങ്ങല്ലൂരിന്റെ യഥാർത്ഥ പേര് മരിജാപുരം എന്നായിരുന്നു. അവിടെ നടന്ന കൂട്ടക്കൊലയുടെ അനന്തരഫലമായിട്ടാണ് ആ സ്ഥലത്തിന് കൊടും കൊല നടന്ന ഊര് അഥവാ കൊടുങ്ങല്ലൂർ എന്ന് പിന്നീട് പേര് മാറ്റി സ്ഥാപിച്ചത് എന്ന് ചരിത്രകാരന്മാർ നമ്മോട് പറയുമ്പോ നിങ്ങളെ കേട്ടല്ലോ. ഇവിടെ ഇതേപോലെ മറ്റൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനവൻ്റെ മതത്തെക്കുറിച്ച് അതിനെ ഉദ്ഘോഷിക്കേണ്ടുന്ന ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ തൻ്റെ മതത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മതത്തെ അപരമാക്കി കാണിക്കുക. എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലം? ഇതേപോലെ തന്നെ ഇങ്ങനെ വായിൽ കൂടെ മലം വമിപ്പിക്കുന്ന ആളുകൾ മറ്റുള്ള സമൂഹങ്ങളിലുണ്ടാകും. അവരുടനെ തന്നെ കയറിപ്പിടിക്കുക പ്രവാചകനെയായിരിക്കും, നബി തിരുമേനിയെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയായിരിക്കും, അവിടെയുള്ള ഖലീഫമാരെയായിരിക്കും, വിശുദ്ധ ഖുറാനെയായിരിക്കും, എന്തിനേറെ അവരുടെ പരമദൈവത സങ്കല്പമായിട്ടുള്ള അള്ളാഹുവിനെയായിരിക്കും. അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനും അതുവഴി മുസ്ലിങ്ങളെ അടിക്കാനുമുള്ള വടി അതല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രസംഗിച്ച ആൾ ചെയ്യുന്നത് അതൊക്കെയല്ലേ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇങ്ങനെയുള്ള ആളുകളുടെ പ്രഖ്യാപനങ്ങളാണ് വാസ്തവത്തിൽ പിന്നീട് കുറേ ഉത്തരേന്ത്യൻ സന്യാസിമാരെ ഏറ്റെടുത്തിട്ട് വളരെ അപകടകരമായ രീതിയിൽ പ്രതികരിക്കുന്നത്. സാധ്വി പ്രാച്ചിയെപ്പോലുള്ള ആളുകൾ അതിൻ്റെ വക്താക്കളാണ്. ഇന്ത്യയിൽ ഇപ്രകാരം തീവ്രമായിട്ട് ശരിയല്ലായ്മകൾ പ്രസംഗിക്കുന്ന ഒരുപാട് ഹൈന്ദവരുണ്ട്, ഹിന്ദു സന്യാസിമാരുണ്ട്. അവർക്ക് പ്രചോദനം ദൈപ്പി പറഞ്ഞ ആ മുസ്ലിം പണ്ഡിതനാണ് അവർക്ക് പ്രയോജനം. ശങ്കരാചാര്യർ 1200 വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു പോയ ഒരാളാണ്, കാലഗതി ചെയ്തു പോയ ഒരാളാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശങ്കരൻ്റെ
വംശത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ശങ്കരൻ്റെ പരമ്പരയിൽ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ശിവപെരുമാളിൻ്റെ പരമശിവൻ്റെ അവതാരമായിട്ടാണ് ശങ്കരാചാര്യരെ കാണുന്നത്. ഹിന്ദുമതത്തിൻ്റെ മൂലാധാരം ആരൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്ന ആരാണ്? ശങ്കരാചാര്യരാണ്. ആയതുകൊണ്ട് തന്നെ ശങ്കരാചാര്യ കൃതികൾ എന്തെങ്കിലും പ്രസംഗത്തിലോ അല്ലെങ്കിൽ ആധ്യാത്മിക പഠന ശിബിരത്തിലോ തുടങ്ങി വയ്ക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനായിരിക്കുന്ന സാക്ഷാൽ കൈലാസാധിപതിയായിരിക്കുന്ന ശിവൻ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥനായിട്ട് ഈ ലോകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ ഇറക്കിവിട്ട് ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യരെ ചരിത്രത്തിൽ പറയുന്ന പിന്നീടുണ്ടാക്കിയ ചരിത്രങ്ങൾ, ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വളരെ വികലമായിട്ട് പലരും ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെയുണ്ട്. ആ കൂട്ടത്തിലാണ് മുസ്ലിം ഇവരുടെ ബൗദ്ധന്മാരുടെ കൂട്ടക്കൊല എന്നിത്യാദി കാര്യങ്ങൾ വരുന്നത്. അവർ തമ്മിൽ അടിയും തല്ലും വെട്ടുകുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതിന് ഇങ്ങോട്ടും അങ്ങോട്ടും കിട്ടിയിട്ടുണ്ടാവും. എന്തോ ആകട്ടെ, എന്തൊരു കാര്യം അതാണോ ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടത്? എന്തൊരു കാര്യം കാണുമ്പോൾ നമ്മളൊരു മാമ്പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? തിരിച്ചു മറിച്ച് നോക്കും. എവിടെയും വല്ലാതെ കുഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ പുഴുത്തു പോയിട്ടുണ്ടോ ഈ ഭാഗം എന്ന് ചോദിക്കുക. ഇല്ല, കുഴപ്പമില്ല. ഇവിടെ വന്നാൽ അത് മാമ്പഴം നമ്മൾ കത്തിയെടുത്ത് മുറിച്ചിട്ട് അത് അതേപോലെ വായിലേക്ക് ഇറക്കില്ല. ആ കത്തിയെടുത്ത് മുറിച്ചിട്ട് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ ആ വരിക അങ്ങനെ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു കറുത്തപ്പാട്. അപ്പോൾ ആ കറുത്തപ്പാടുള്ള ഭാഗം കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക. എല്ലായിടത്തും വിഴുങ്ങാറില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രവാചകന്മാർ, ഇവിടെയുള്ള വലിയ വലിയ ആളുകൾ, ആരോ പറഞ്ഞ പോലെ ചങ്ങമ്പുഴയുടെ ഭാര്യ ശ്രീദേവി ചങ്ങമ്പുഴ ഒരിക്കൽ ഞാനവരെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവരൊരിക്കൽ പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരുപാട് കുറ്റങ്ങളുണ്ട്. അദ്ദേഹം മദ്യപാനിയായിരുന്നു, റോട്ടിലേക്ക് വീണ് കിടക്കും, അങ്ങനെ ഒരാളായിരുന്നു ചങ്ങമ്പുഴ. പക്ഷേ ചങ്ങമ്പുഴയെ നമ്മൾ കാണുമ്പോൾ അത്തരം കാര്യങ്ങൾ വർണ്ണിക്കുകയോ അത്തരം കാര്യങ്ങൾ വർണ്ണിക്കാൻ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുകയല്ല വേണ്ടത്. അവിടെ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സർഗാത്മകതയെ കാണേണ്ടത്. കാനനച്ചായയിലാടുമേക്കാൻ, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ചിലവരെന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാതെ ഇതര സമൂഹത്തിലെ ആളുകളുടെ ഹൃദയത്തിൽ തീ കോരിയിടാൻ, മനസ്സിൽ തീ കോരിയിടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ചൊറിയുന്നതിൻ്റെ തിരിച്ചടി കിട്ടുന്ന സമയത്ത് അവർ മാറത്തടിക്കാൻ തുടങ്ങും. ഇതേ ഞങ്ങളെ ഇവിടെ ഒരു മുസ്ലിമും ഒരു പള്ളിയും ഒരു മദ്രസയും ഇല്ലാത്ത രീതിയിൽ രാജ്യം ഒന്നുകൂടി വിഭജിക്കേണ്ടതുണ്ട്. ഇനി വിഭജിക്കുമ്പോൾ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഭജിച്ച പോലെയല്ല. ഇനി വിഭജിക്കുന്ന സമയത്ത് എല്ലാവരോടും പറയണം പോയിക്കോളാൻ. ഇനി ഇവിടെ ഒരു മുസ്ലിം വേണ്ട, ഇനി ഇവിടെ ഒരു പള്ളി വേണ്ട, ഒരു മദ്രസയും ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന നരസിംഹാനന്ദ സരസ്വതിയാണ്. അത് വിവാദ ആഹ്വാനമായിട്ടാണ് വരുന്നത്. യതി നരസിംഹാനന്ദ സരസ്വതി. അതിൻ്റെ കീഴിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ കീഴിൽ ഒരുപാട് ഈ മുസ്ലിങ്ങൾ വന്ന് എടാ മറ്റോനെ ഇത് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിങ്ങനെ പ്രകോപിതരാകുന്നത്? അപ്പുറത്ത് അതുപോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട്. ആ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ. ആയതുകൊണ്ട് തന്നെ അടങ്ങേണ്ടതാരാ? എല്ലാവരും അടങ്ങണം. രണ്ട് പട്ടികൾ വഴി കൂടെ നടക്കുന്നു, ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു. അവരങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നില്ല. അവൻ ഇടതുവശത്തൂടെ പോയാൽ വലതുവശത്തൂടെ ഇയാളും പോയി. പക്ഷേ അതിൽ ഏതൊരു പട്ടി വന്ന് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ പട്ടിയും കുരയ്ക്കും, കടിപിടിയാവും. നാട്ടുകാർ വന്ന് രണ്ട് പട്ടികളെയും തല്ലി കൊല്ലും. അതാ സംഭവിക്കുക. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അവരോട് പറയാനുള്ളത് ഇത് ഹിന്ദുസ്ഥാനമാണ്, ഭാരതമാണ്. 80% ഇവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളാണ്. ആയതുകൊണ്ട് തന്നെ ആരാണ് സംയമനം ആദ്യം പാലിക്കേണ്ടത്? കുനിയന് വേണ്ടി ഗോപുരം വഴിമാറാറില്ല. വഴിമാറാത്ത ഗോപുരത്തെ കുനിയൻ തള്ളിമറിക്കാൻ ശ്രമിക്കാറുമില്ല. അങ്ങനെ മറിക്കാൻ ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ കണ്ടുവരുന്ന പ്രവണതയാണ് ഹിന്ദുമത ഗ്രന്ഥങ്ങളെ അയ്യയ്യേ ബഹുദേവത ആരാധനക്കാരല്ലേ, ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരില്ലേ, വിഡ്ഢികളല്ലേ,
കാലാകാലങ്ങളായിട്ടും പ്രാകൃത മതം കൊണ്ട് നടക്കുന്നവരല്ലേ സന്യാസിമാരെക്കുറിച്ച് കോണമെടുക്കാത്തവർ, ശരീരം മുഴുവൻ വാരിത്തേച്ച് നടക്കുന്ന ആളുകൾ, ശവം തീരികളായിട്ടുള്ള ആളുകൾ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള വലിയ ഭൂരിഭാഗത്തെയാണ് നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വലുതായിട്ടുള്ള അപകടം അതുണ്ടാക്കി വയ്ക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള സാധ്വി പ്രാച്ചിയെപ്പോലുള്ള ആളുകൾ, അതിപ്പോൾ പറഞ്ഞ നരസിംഹാൻ്റെ പോലുള്ള ആളുകൾ, അവർ പറയുന്നത് രാജ്യത്തെ വീണ്ടും വിഭജിക്കണം. ഒരു മുസ്ലിമും ഒരു പള്ളിയിൽ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ വിളിച്ചു പറയുന്നവർ ദോഷികളാണോ? ആണ്. 100 വട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ഭാരതഭൂമിയെ വെട്ടിമുറിക്കാൻ ആര് ശ്രമിക്കുമ്പോഴും അതിനെ ഒറ്റ പേരിട്ട് വിളിക്കാൻ പറ്റുള്ളൂ: അവിവേകം. ഇത്തരം പ്രസ്താവനകൾ സന്യാസിമാർ പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അതേ സന്യാസിമാരോട് പോയി ചോദിക്കുകയാണ്, ഗുരു നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഉടനെ തന്നെ അവരെ ആ രീതിയിലാക്കി തീർത്തതിൻ്റെ രേഖകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. 1 അല്ല 2 അല്ല 100 കണക്കിന് രേഖകൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇതര മതങ്ങളിൽ നിന്ന് വരുമ്പോൾ, ഇപ്പോൾ മുസ്ലിമായിട്ടുള്ള ഒരുത്തം പറഞ്ഞില്ലേ ശങ്കരാചാര്യരെ കുറിച്ച്, ആവശ്യമില്ലാതെ ശങ്കരാചാര്യനും ഈ മുസ്ലിം പണ്ഡിതനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ശങ്കരാചാര്യരുടെ മേലെ ചൊറിഞ്ഞു വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേദന അനുഭവിക്കുന്നവിടെ ഹൈന്ദവരാണെന്ന് അയാൾക്ക് അറിയില്ലേ? അറിയാം. അറിഞ്ഞിട്ടും അത് ചെയ്യുന്നത് എന്തുകൊണ്ട് വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കണം, കലാപം ഉണ്ടാക്കണം, ലഹള ഉണ്ടാക്കണം. എങ്കിൽ മാത്രമാണ് ഇവർക്കൊരു സ്ഥാനമുള്ളൂ, ഇവരുടെ വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ. അതിനു വേണ്ടിയിട്ടല്ലേ ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്. ഇവർ മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ നോക്കുന്ന ഇത്തരം വിഷജന്തുക്കൾ, അത് മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, അവർക്ക് ചരിത്രം അറിയില്ലെന്നുള്ളതാണ് സത്യം. ഇന്ത്യയുടെ ഭരണഘടനയും അവർക്കറിയില്ല. ഇന്ത്യ എന്നാൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പോലെയല്ല. അവിടെ എല്ലാ രീതിയിലേക്കൊരു ഡൈവേഴ്സിറ്റി ഉണ്ട്. ആഹാര നിഹാര കാര്യങ്ങൾക്ക് അവരുടെ ഭാഷാ വൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആഹാര രീതികൾ, അവരെ ഉടുപടാദികൾ, ഇതെല്ലാം ലോകത്തിൽ എവിടെയുമില്ലാത്ത അത്രയും വൈജാത്യങ്ങൾ, വിജാതീയതകൾ ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. ഈ മണ്ണിൽ ജീവിക്കാനും ആരാധിക്കാനും എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശം തന്നെയാണ്. മൗലികാവകാശത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം അത് തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആശയങ്ങൾ ഏറ്റുവാങ്ങാനും പ്രചരിപ്പിക്കാനും, അവരുടേതായിട്ടുള്ള പള്ളികൾ പണിയാനും ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൽ അല്പം കൂടുതൽ ഹിന്ദുക്കൾക്ക് അങ്ങനെയില്ല ഭാരതത്തിൽ. അത് ഭാരതത്തിൻ്റെ മഹനീയത. ഏതായാലും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വർഗീയവാദികൾ അവരുടെ വിഷപ്രസ്താവനകൾ, വിഷം വമിക്കുന്ന വിദ്വേഷ പ്രസ്താവനകൾ, അത് വന്നാൽ അതുകൊണ്ടൊരു ഗുണം ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയായാലും കടലിൽ കായം കളിക്കാനും കായം അവിടെ ഉണ്ടല്ലോ. നമ്മുടെ മേലെ ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ അത്രയും വലിപ്പത്തിൽ കായം കലക്കി കഴിഞ്ഞാലോ ആ സമുദ്രജലത്തിലും കായം മണക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാകുമ്പോൾ പൊട്ടെന്ന് വയ്ക്കാം. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കുറച്ച് കാലമായിട്ടിപ്പോൾ മുസ്ലിം നാമധാരികൾ, അവർ ഇസ്ലാമിസ്റ്റുകളെന്ന് പറയാം, അവർ വലിയ രൂപത്തിൽ അവരിപ്പോൾ അവഹേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ നേരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏതെല്ലാം ഡിക്ഷണറിയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വാക്കുകൾ മുഴുവൻ കൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെ അതിൻ്റെ പരിണതഫലം എന്താ അറിയാമോ? നിസ്സംഗരായിട്ട് മയങ്ങിക്കിടുന്ന ഹിന്ദുക്കൾ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പൊട്ടിത്തെറിച്ച് കളയും. സ്വയമേവ മൃഗേന്ദ്രത. അവൻ സ്വയം മൃഗമായിട്ട് മാറും. ഉത്തരേന്ത്യയിലൊക്കെ അത് കാണുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് ഇപ്പോൾ വിലപിക്കുകയാണ്. എന്തായാലും പറയാൻ ഈ രുദ്രാക്ഷമാലയും അതിൻ്റെ എണ്ണം കൂടിയാൽ അത്രയും ബഹുമാനത കിട്ടും. പക്ഷേ പള്ളി വസ്ത്രങ്ങൾ, അതാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത്. കയ്യിലൊരു ഖുറാനുണ്ടെങ്കിൽ, കഴുത്തിലൊരു കൊന്തയുണ്ടെങ്കിൽ അടി ഉറപ്പാണ് അവിടെ. ആയതുകൊണ്ട് തന്നെ പൊട്ടൻ്റെ തല്ല് പോലെയാണ്. കണ്ണടച്ച് അവൻ കൈ 2 ഭാഗത്ത് വിരിച്ച് കാണിച്ച് അങ്ങോട്ട് വട്ടം കറങ്ങും. ആർക്കൊക്കെ അടികൊള്ളുകയെന്നറിയില്ല. ഇവരുടെ ഇത്തരം പ്രസ്താവനകളിലൂടെ അവർ നേടുന്ന അത് മാത്രമാണ്. അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദത്തിൽ അവർ തന്നെ മുഴുകും. അവർ തന്നെ തീർക്കുന്ന ഒരു കൂപത്തിനകത്ത് അവർ തന്നെ അടങ്ങിപ്പോകുമെന്ന് സാരം.
പ്രളയവും മഹാമാരിയും വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതി ഉണ്ടായിരുന്നവരുടെ മതം നോക്കാതെ തോളോട് തോൾ ചേർന്ന് ഉറച്ചു നിന്നവരാണ് നമ്മൾ കേരളീയരും ഇന്ത്യക്കാരും. എവിടെയും പ്രളയം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആ ഒരു ചിന്താഗതിയുള്ളതാണ്. ഇത്തരം ഭ്രാന്തൻ ആഹ്വാനങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നതല്ല ഇവിടുത്തെ മനുഷ്യരുടെ ജീവന പദ്ധതി എന്ന് പറയാമെങ്കിൽ പോലും പലപ്പോഴും അത് തകർന്നു പോവുകയും ചെയ്യും. വിദ്വേഷം വിതർന്നിങ്ങനെയുള്ള വിഡ്ഢിയാന്മാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. മനുഷ്യത്വവും സ്നേഹവും തന്നെയാണ് ഇവിടെ ജയിക്കുക എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും ചിലപ്പോൾ ആ പ്രസ്താവനകളൊക്കെ അർത്ഥമില്ലാത്തതായിട്ട് മാറുകയും ചെയ്യും. ആ കാലടി എന്ന് പറയുന്ന പ്രദേശത്ത് ആര്യാമ്പയ്ക്ക് ജനിച്ച ഒരു മകനുണ്ട്. ആ മകന്റെ പേര് നമുക്കറിയും. ഈ കേരളത്തിൽ ആ മകന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ കേരളം ലോകത്തിന് രാജ്യത്തിന് സംഭാവന ചെയ്ത ബുദ്ധമത വിശ്വാസികളെ കൊന്നെടുക്കാൻ വേണ്ടി ജന്മമെടുത്തു എന്ന് വിശ്വസിക്കുന്ന ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യർ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയുടെ അനന്തരഫലമായി കൊന്നൊടുക്കപ്പെട്ടത് ലക്ഷത്തിൽ പരം ബുദ്ധവിശ്വാസികളാണെന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ ആത്മീയത ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ. ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി. ഇത്തരം ഉസ്താദുമാരുടെ തെമ്മാടിത്തരങ്ങൾക്ക് അതേ നാണയത്തിൽ ഏതെങ്കിലും ഹൈന്ദവ സന്യാസി മറുപടി കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ വായ അടച്ചു മൂടാൻ ഹിന്ദുക്കൾക്ക് കഴിയാതെ വരും. പണ്ട് ചിന്മയാനന്ദൻ തൃശ്ശൂരിൽ വെച്ച് ഒരു പള്ളിയിൽ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ പോയി അവിടെ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ വലിയ രൂപത്തിൽ കൺവെർഷൻ നടത്തുന്നു, സമൂഹത്തെ അനാവശ്യമായിട്ട് ഇളക്കി മറിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ തെറ്റിൻ്റെ പരിണിതഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് തിരിച്ചടിക്കും. അന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊന്നും വന്ന് വിളിച്ചേക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ആയതുകൊണ്ട് നിങ്ങൾ ട്രൈ ടു സ്റ്റോപ്പ്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കൺവെർഷൻ. നിങ്ങൾ മനുഷ്യ മനസ്സുകളെ നിങ്ങൾ കൺവെർട്ട് ചെയ്തോളൂ. മനുഷ്യന്മാരുടെ ഹാർട്ട്, അതിനെ ഹർട്ട് ചെയ്യരുത്. ട്രൈ ടു കൺവെർട്ട്. നല്ല മനസ്സോടുകൂടി അവർക്ക് മതം പറഞ്ഞു കൊടുക്കൂ. നിങ്ങളുടെ മതമാണ് ഇഷ്ടമെങ്കിൽ അവർ വരട്ടെ. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് യു ആർ ട്രൈങ് ടു ഹർട്ട് ദ പീപ്പിൾ. അവരുടെ ഹാർട്ടുകളെ, അവരുടെ ഹൃദയങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അപകടമാണ്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളൂ. നമസ്കാരം.